ഒപ്റ്റിക്കൽ മേഖലകളിലെ വിവിധ ലെൻസുകളെ കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ. നമസ്കാരം. ലെൻസ് വേൾഡ് ഓപ്റ്റിക്സ്, കുടപ്പനക്കുന്ന്, അമ്പലമുക്ക്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഒരുപാട് ലെൻസുകളെ കുറിച്ചല്ലേ. പക്ഷേ ഈ ലെൻസുകൾ എത്ര പ്രായം മുതൽ ഉപയോഗിക്കണം, എന്തിനെല്ലാമാണ് ഈ ലെൻസുകൾ ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവില്ല. നമ്മൾ കേട്ടിട്ടുണ്ടാവും സിംഗിൾ വിഷൻ ലെൻസുകൾ, ബൈഫോക്കൽ ലെൻസുകൾ, പ്രോഗ്രസീവ് ലെൻസസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് എന്താണ് ലെൻസുകൾ, എന്താണ് സിംഗിൾ വിഷൻ, എന്താണ് ബൈഫോക്കൽ, എന്താണ് പ്രോഗ്രസീവ് എന്നതിനെ കുറിച്ചാണ്. ഇതാണ് സിംഗിൾ വിഷൻ ലെൻസുകൾ. സിംഗിൾ വിഷൻ ലെൻസുകൾ എന്നാൽ സാധാരണ 40 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് കൂടുതലായി സിംഗിൾ വിഷൻ ഉപയോഗിച്ച് വരാറ്. ഹൈബ്രോബിയ, മയോപിക് ആയിട്ടുള്ള ആളുകളായിരിക്കും കൂടുതലായി സിംഗിൾ വിഷൻ ഉപയോഗിക്കുക. അതായത് ദൂരക്കാഴ്ചയ്ക്കും അടുത്തുള്ള കാഴ്ചയ്ക്കും. സിംഗിൾ വിഷൻ ലെൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുകളിൽ മുതൽ താഴെ വരെ ഒരേ പവർ ആയിരിക്കും. സിംഗിൾ വിഷൻ ലെൻസുകൾ ദീർഘവായനയ്ക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കും വളരെ അധികം വേണ്ടപ്പെട്ട ഒന്നാണ്. തീർച്ചയായിട്ടും ഈ ലെൻസുകളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ കുറഞ്ഞ ഭാരത്തിൽ നമുക്ക് ലഭിക്കും. പിന്നെ നമുക്കറിയാമല്ലോ, മാർക്കറ്റിൽ കണ്ടുവരുന്ന പോലെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും നമുക്കിത് ലഭ്യമാണ്. ഇനി നമുക്ക് സിംഗിൾ വിഷൻ പരിമിതികളെ കുറിച്ച് നോക്കിയാലോ. ഉദാഹരണം, ദൂരക്കാഴ്ചയും അടുത്തുള്ള കാഴ്ചയും ഒരുപാട് പ്രശ്നമുള്ളവർക്ക് സിംഗിൾ വിഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നു. പിന്നീട് 40 വയസ്സിന് ശേഷം, അതായത് വെള്ളെഴുത്ത്, അവർക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല. സിംഗിൾ വിഷന്റെ പരിമിതികൾ ഇതാണ്. നമുക്കിനി ബൈഫോക്കൽ ലെൻസുകളെ കുറിച്ച് പഠിക്കാം. എന്താണ് ബൈഫോക്കൽ ലെൻസുകൾ? നമ്മൾ പലപ്പോഴും പ്രായമായ ഒരു ഒപ്റ്റിക്കൽസിൽ ചെന്നിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഏത് തരത്തിലുള്ള കണ്ണടകൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ ലെൻസുകൾ ഉപയോഗിക്കണം അല്ലേ. പ്രധാനമായും നമ്മൾ കാണുന്ന ഒന്നാണ് ബൈഫോക്കൽ ലെൻസ്. 40 വയസ്സിന് ശേഷം മുകളിലേക്കുള്ളവരാണ് ബൈഫോക്കൽ ലെൻസുകൾ കൂടുതലായി ഉപയോഗിക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ, പ്രസ് ബയോപിക് ആയിട്ടുള്ള ആളുകൾ, ദൂരക്കാഴ്ചയും അടുത്തുള്ള കാഴ്ചയും ഒരുപോലെ പ്രശ്നമുള്ളവരായിരിക്കും ബൈഫോക്കലുകൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് ബൈഫോക്കൽ ലെൻസ് എങ്ങനെ തിരിച്ചറിയാമെന്നതിനെ കുറിച്ച് നോക്കാം. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ബൈഫോക്കൽ ലെൻസുകളുടെ താഴെ ഭാഗം സാധാരണ ലെൻസുകളിൽ നിന്നും വ്യത്യാസമായി അടയാളപ്പെടുത്തിയിരിക്കും. മുകൾ ഭാഗം ദൂരക്കാഴ്ചയ്ക്കും താഴെ ഭാഗം വായിക്കാനും വേണ്ടിയിട്ടായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ബൈഫോക്കൽ ലെൻസുകൾ സിംഗിൾ വിഷൻ ലെൻസുകളെ പോലെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിംഗിൾ വിഷൻ ഉപയോഗിക്കുമ്പോൾ ദൂരക്കാഴ്ചയും അടുത്തുള്ള കാഴ്ചയും 2 കണ്ണടകൾ ഉപയോഗിക്കേണ്ടതായി വരും. പക്ഷേ ബൈഫോക്കലിൽ ദൂരക്കാഴ്ചയ്ക്കും അടുത്തുള്ള കാഴ്ചയ്ക്കുമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ബൈഫോക്കൽ ലെൻസുകൾ മാർക്കറ്റിൽ വില കുറഞ്ഞ് നമുക്ക് ലഭിക്കും. പക്ഷേ ഇതിന് ചില പരിമിതികൾ കൂടിയുണ്ട്. അതിലൊന്നാണ് ഇമേജ് ജമ്പ് എന്ന് പറയുന്നത്. അതായത് ദൂരക്കാഴ്ചയ്ക്കും അടുത്തുള്ള കാഴ്ചയ്ക്കും ഇടയിൽ ഒരു കാഴ്ച രീതി ഇതിനില്ല. അതായത് ഒരു കയ്യകലത്തിലുള്ള കാഴ്ച പെട്ടെന്ന് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കാതെ വരും. പിന്നെ ഇതിൽ അടയാളപ്പെടുത്തി വന്നിരിക്കുന്നത് കൊണ്ട് ചിലർക്ക് അത് വൃത്തികേടായി തോന്നുകയും ചെയ്യും. ഈ പരിമിതികളെ അതിജീവിക്കാനാണ് നമ്മൾ പ്രോഗ്രസീവ് ലെൻസുകൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ശ്രദ്ധിച്ചാൽ മതി, ഇതിൽ പ്രത്യേകിച്ച് അടയാളപ്പെടുത്തലുകളോ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ പറഞ്ഞ ബൈഫോക്കലിനെ അപേക്ഷിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൂടുതലാണ്. എന്ന് വെച്ചാൽ ദൂരക്കാഴ്ചയ്ക്കും അടുത്തുള്ള കാഴ്ചയ്ക്കും ഇന്റർമീഡിയറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമേജ് ജമ്പ് ഇല്ലാതെ നമുക്ക് ക്ലിയർ ആയ വിഷൻ കിട്ടുവാൻ നമുക്ക് പ്രോഗ്രസീവ് ലെൻസുകൾ നമ്മളെ സഹായിക്കുന്നു. കൃത്യമായ IPD രേഖയും കൃത്യമായ ഫിറ്റിങ്ങും അല്ല എങ്കിൽ പ്രോഗ്രസീവ് ലെൻസുകൾ നിങ്ങളുടെ കാഴ്ചയ്ക്ക് അസ്വസ്ഥമാക്കിയേക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിംഗിൾ വിഷൻ ലെൻസിൽ നിന്നോ ബൈഫോക്കൽ ലെൻസുകളിൽ നിന്നോ പ്രോഗ്രസീവ് ലെൻസിലേക്ക് മാറുന്ന ആളുകൾക്ക് അഡാപ്റ്റേഷൻ ടൈം 2-3 ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ കാഴ്ചയ്ക്ക് അസ്വസ്ഥമായി തോന്നിയേക്കാം. ലെൻസുകളെ കുറിച്ചോ ഫ്രെയിമുകളെ കുറിച്ചോ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും അറിയുവാനോ ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്.